അല്ല, തീർച്ചയായിട്ടും കേരള സ്റ്റോറി ആദ്യ ഭാഗം വന്നു. കേരളത്തിലെ ജനങ്ങൾ ആരോ കണ്ടോ? അതിലെന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ? അതിലെന്തെങ്കിലും ഒരു സിനിമയുടെ മൂല്യമുണ്ടോ? ഒരു സിനിമയായി അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സിനിമ, ആ സിനിമയെ ആരാ പ്രോത്സാഹിപ്പിച്ചത്? സംഘപരിവാർ പ്രോത്സാഹിപ്പിച്ചു, അതിന് അവാർഡ് കൊടുത്തു. ആ സിനിമയ്ക്ക് അവാർഡിനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? അങ്ങനെ അവാർഡ് കൊടുത്ത് കേരളത്തിനെതിരെയുള്ള ഒരു ചിന്തയെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേരളത്തിനെതിരെയുള്ള ഒരു സ്ക്രിപ്റ്റിനെ ബോധപൂർവമായി, ആ നുണയെ രാജ്യത്താകമാനം ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംഘപരിവാർ ഇറങ്ങി പുറപ്പെട്ട് പ്രോത്സാഹനം കൊടുത്തു. ആ പ്രോത്സാഹനമാണ് ഇപ്പോൾ രണ്ടാം പതിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ രണ്ടാം പതിപ്പും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവരിനി എന്ത് അവാർഡ് കൊടുത്താലും, ഇനി ഏത് അവാർഡിന് ഇവർ റെക്കമെൻഡ് ചെയ്താലും സംഘപരിവാരത്തിൻ്റെ ഈ അജണ്ട കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഇതൊരു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ്. കേരളത്തിൽ ആരെങ്കിലും ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുമോ? ഇപ്പം തമാശക്കൊക്കെ ഓരോരുത്തർ പറയും കിട്ടുന്ന ബീഫ് നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുക എന്നല്ലാതെ അപ്പുറത്തേക്ക് നിർബന്ധിച്ചു കൊടുക്കുമോ? ബീഫ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. അവരത് കഴിക്കട്ടെ. ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും, അതവർ കഴിക്കാതിരിക്കട്ടെ. ഇവിടെ ആരാണ് നിർബന്ധിച്ചിട്ട് ഒരാളുടെ വായിലേക്ക് ഭക്ഷണം കുത്തിക്കയറ്റുന്നത്? ആരാണ് ഇവിടെ മറ്റൊരു വിഭാഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്? കേരളം അങ്ങനെയുണ്ടോ? രാജ്യത്തെ ജനങ്ങൾ മതനിരപേക്ഷതയും മതേതരത്വവും ഒക്കെ മുറുകെ പിടിക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളെല്ലാവരും കേരളത്തെ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയല്ലേ ചെയ്യുന്നത്? ഇന്ത്യ ടുഡേയുടെ ഒരു അവാർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളമാണ് ഒന്നാമത് എന്ന്. ഇന്ത്യയുടെ സ്ഥാനം 126 ഹാപ്പിനെസ് ഇൻഡെക്സിൽ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ഉള്ളപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം 1. അതിൻ്റെ കാരണം എന്താ? ഇവിടെ എല്ലാവരും ഒരുമിച്ച് സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു നാടാണ് ഈ നാട്. ആ നാട്ടിലാണ് വിഷം കലർത്താൻ ബോധപൂർവമായി സംഘപരിവാർ പരിശ്രമിക്കുന്നത്. ആ സംഘപരിവാരത്തിൻ്റെ ഈ ശ്രമത്തെ ഈ ജനം തള്ളിക്കളയും. നല്ല പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും.